ഹായ് ഗൈസ്, ഇന്നലെ ബിഗ് ബോസ് ഹൗസിൽ എന്തെല്ലാം നടന്നു എന്ന് നോക്കാം. ആസ് യൂഷ്വൽ ഫുഡിൻ്റെ പേരിൽ കിച്ചണിൽ വെച്ച് വഴക്കുണ്ടായി. അനുമോളും ആദിലയും തമ്മിലായിരുന്നു ഇന്നലത്തെ വഴക്ക്. കണ്ടസ്റ്റൻസ് വീണ്ടും ഫുഡ് ചോദിച്ചു വന്നപ്പോൾ ആദില കൊടുക്കാൻ തയ്യാറായെങ്കിലും അനുമോൾ അത് സമ്മതിച്ചില്ല. പിന്നീട് കറിപ്പാത്രം വെച്ച് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു കളിക്കുകയായിരുന്നു. ആരും അത് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവസാനം ആദില പിന്മാറി. ഇതിനെ തുടർന്ന് അനുമോൾക്ക് ഇനി കിച്ചൺ ടീമിൽ നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അനുമോളെ വെസൽ ടീമിലിട്ടു. വെസൽ ടീമിലും അനുമോൾ വാശി കാണിച്ച് പാത്രം കഴുകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി. പിന്നീട് അവിടെ ഇതിനെ പറ്റിയുള്ള ചർച്ചകൾ തന്നെയായിരുന്നു. അതിനിടയിൽ അനുമോൾ ആദിലയോട് പറഞ്ഞു, നിങ്ങളെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ പിന്നാലെ കൂടിയതെന്ന് ഇപ്പോഴാണ് മനസ്സിലായതെന്ന്. അത് ആദിലയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ല. അനുമോളുടെ ഫെയിം കണ്ടിട്ടാണ് ഇവർ ഫ്രണ്ട്സ് ആയത് എന്നാണ് അനുമോൾ പറയാതെ പറഞ്ഞത് എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ് ഇപ്പോൾ രണ്ടുപേരും. അനുമോൾ PR-ൻ്റെ ബലത്തിലാണ് ഇത്ര ധൈര്യത്തിൽ ഇവിടെ നിൽക്കുന്നത് എന്ന് എല്ലാവരും പറയുകയുണ്ടായി. അതിൻ്റെ ദേഷ്യത്തിൽ നൂറയ്ക്ക് ഫൈനൽ 5-ൽ എത്തിയതിൻ്റെ അഹങ്കാരമാണെന്ന് അനുമോൾ പറഞ്ഞു. എന്നാൽ താൻ ക്യാപ്റ്റനാണെന്നും ക്യാപ്റ്റൻ പറയുന്നത് കുറച്ചെങ്കിലും അനുസരിക്കണമെന്നും നൂറ പറഞ്ഞു. കൂടാതെ നിനക്ക് വേണ്ടി ഞാൻ കിച്ചൺ ഡ്യൂട്ടി മാറ്റി വെസലിലോട്ട് ഇട്ടു, എന്നിട്ടും നീ എനിക്കൊരു വില തരുന്നില്ലെന്നാണ് നൂറയുടെ അഭിപ്രായം. അനു വാശിയോടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. കൂടാതെ വീണ്ടും ഫുഡ് വാങ്ങാൻ വരുന്നവർക്ക് അത്യാഗ്രഹമാണെന്നും അനു ഷാനവാസിനോട് പറഞ്ഞു. കൂടാതെ ഈ വട്ടം ചോറ് കുറേ വേസ്റ്റ് ആയിട്ടുണ്ട്. അക്ബർ ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ വീക്കിൽ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അനുമോൾ ചോറും കൊണ്ടുവന്ന് ഒരു ഷോ നടത്തിയിരുന്നു. അപ്പോൾ മൊത്തത്തിൽ അവിടെ ഇപ്പോൾ ആദില നൂറ അനുമോൾ വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അനീഷ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ബാക്കി എല്ലാവരെയും ആദിലയുടെയും നൂറയുടെയും ഭാഗത്താണ്. അപ്പോൾ ഇതിൽ ആരുടെ ഭാഗത്താണ് ശരിയെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ.